ഹലോ ഗായ്സ്, വെൽക്കം ടു ഹോം വിത്ത് സെയിൻ. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പെരുമ്പടപ്പ് മാർക്കറ്റിലാണ്. കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട്. ലാസ്റ്റ് വന്നത് നാട്ടിലേക്കൊന്ന് പോകുന്ന സമയത്തായിരുന്നു, കുറച്ച് മീനൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇപ്പോൾ ഒരു 2-3 മാസമൊക്കെ ആയിക്കാണും പിന്നെ മാർക്കറ്റിലോട്ട് വന്നിട്ട്. കുറച്ച് മീൻ വാങ്ങിക്കുക, കാരണം റമദാനൊക്കെ ആയത് കാരണം വീട്ടിലേക്ക് ഇപ്പോൾ മീൻകാരും വരുന്നില്ല. കുറച്ച് ദിവസമായി മീൻ കിട്ടി. മീൻ വാങ്ങിക്കാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഈ ചേട്ടൻ 20 രൂപക്കാണ് എല്ലാം വെക്കുന്നത്. ഇവിടെ വിളിച്ച് പറയുന്നത് കേട്ടായിരുന്നു, 20 രൂപയാണ് 20 രൂപയാണെന്ന്. എന്നാൽ എല്ലാ തട്ടിലും ഏകദേശം ഒരേ ഐറ്റംസൊക്കെ തന്നെയായിരുന്നു. അതിൻ്റെ ഈ ചേട്ടൻ കുറച്ച് കമൻറ്റൊക്കെ പറയുന്നുണ്ട്. അതൊന്നും എടുക്കേണ്ട, അത് ഡെഡ് ബോഡിയാണെന്ന് ആ ചേട്ടൻ പറഞ്ഞത്. പിന്നെ അവർ തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കമൊക്കെ ആയി. എന്താണ് നിൻ്റെ കണ്ടാൽ എന്നെ കണ്ടാലെന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എല്ലാത്തിലും അയലയും പിലോപ്പിയൊക്കെ മിക്ക തട്ടിലും ഉണ്ട്. പിന്നെ ഇതിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഇത്തിരി ലാഭം ഉണ്ടായത് തോന്നിയത്, അവിടെ ഒരു ചേട്ടൻ കൂരി 50 രൂപക്ക് പങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിലോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ എൻ്റെ വീട്ടിൽ ഞാൻ കഴിക്കും, ഹസ്ബൻഡൊന്നും കഴിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിലോട്ട് വാങ്ങിയില്ല. അവിടെ എൻ്റെ വീട്ടിൽ കഴിക്കും. ഇവിടെ വേണമെന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ വേണ്ടാന്നും പറഞ്ഞു. എൻ്റെ ചേട്ടൻ പറയുന്നുണ്ട്, എന്താ ആ ചാളയുടെ കുറച്ച് ക്വാളിറ്റീസൊക്കെ പറയുന്നുണ്ട്. വർഷത്തിൽ വന്ന ചാളയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിലോപ്പിയും ഇതൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന കണ്ടിട്ടും ഒരു തൃപ്തി തോന്നിയില്ല. അത് കാരണം ഞാൻ വാങ്ങിയില്ല. പിന്നെ ഞാൻ ഇതാണ് കേട്ടോ വാങ്ങിയത്. 1 കിലോ ചൂര വാങ്ങിയായിരുന്നു. ഇതിൽ തൊട്ടപ്പുറത്തെ ചേട്ടൻ 1 കിലോ 200 രൂപ, ഈ ചേട്ടൻ 1 കിലോ 150 രൂപക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് മറ്റേതായിരുന്നു തോന്നിയത്. പിന്നെ ഇതേ 1/2 കിലോ മുള്ളനും വാങ്ങിച്ച്. ഇത് 1/2 കിലോ മുള്ളൻ 100 രൂപയാണ് കേട്ടോ. കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ കറി വെച്ച് വന്നപ്പോൾ അത്ര അങ്ങോട്ട് സെറ്റായില്ല. അതായത് കുറച്ച് ഐസ് പിടിച്ച പോലത്തെ മീനായിരുന്നു. എനിക്ക് അന്ന് തന്നെ വെക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ പിന്നെ ഇവിടെ നിന്ന് 1/2 കിലോ തക്കാളിയും കിഴങ്ങും വാങ്ങിച്ചായിരുന്നു. അവിടെ നിന്ന് എത്തി ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ലൊരു സൺസെറ്റൊക്കെ ഏകദേശം ആയി തുടങ്ങി. സൺസെറ്റ് കഴിഞ്ഞു. ആ ഒരു വ്യൂ ആയിരുന്നത്. അപ്പം കുറേ നാൾക്ക് ശേഷം മാർക്കറ്റിൽ നിന്ന് പിന്നെ നേരെ പോയത് ചായക്കടയിലോട്ടാണ്. എന്തായാലും അവിടെ വരെ ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് ചായക്കടയിൽ നിന്ന് ഒരു ചായയും ഒരു കാപ്പിയും 2 പൊറോട്ടയും ഒരു പഴംപൊരിയും. പൊറോട്ടയുടെ കറിയൊന്നും വാങ്ങിയില്ല, ചമ്മന്തിയായിരുന്നു. പിന്നെ വീട്ടിലോട്ട് വന്ന വഴിക്ക് കുറച്ച് എള്ളുണ്ടയും 2-3 എള്ളുണ്ടയും വാങ്ങി, 2 ബേസൻ ലഡും വാങ്ങി. അതെൻ്റെ മോള് തട്ടിപ്പറിച്ച് കൊട്ടിക്കളയുന്നതാണ് സീൻ കണ്ടത്. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജി അല്ലേ. ഒരു ബ്ലാക്കും 2 വൈറ്റും എള്ളുണ്ട, 2 ബേസൻ ലഡും കൊള്ളായിരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം കഴിക്കണതല്ലേ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറാണ്ട് തന്നെ ഞാനതൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്ന് മുള്ളൻ ചട്ടിയിലോട്ടാക്കി. അതുപോലെ തന്നെ നമ്മുടെ ചൂരയും ചട്ടിയിലോട്ടാക്കിയായിരുന്നു. അന്ന് തന്നെ വെട്ടിത്തേച്ച് എല്ലാം തന്നെ കറി വെക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല ഗൈസ്. എൻ്റെ വീട്ടിലെ വെള്ളം തീർന്നു പോയി. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട് ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വെള്ളം തീർന്നു പോയത് കാരണം മീൻ വെട്ടലും ഒന്നും നടന്നില്ല. അപ്പോൾ നമ്മുടെ ചൂരേനെയും മുള്ളനെയും 2 പേരെയും ഒരുമിച്ച് ഞാൻ ഫ്രീസറിലോട്ട് കയറ്റി വെക്കുന്നതാണ്. അടുത്ത ദിവസം ഇതിൻ്റെയൊക്കെ കറി വെക്കണ വീഡിയോ കാണിക്കാം. ഓക്കെ, ബായ്.